മലയാളം നന്നായിട്ട് അറിയാം അല്ലേ? ഏകദേശം മലയാളം ഭാഷ അറിയും. അപ്പൊ നിങ്ങളുടെ കൂടെ മലയാളം സംസാരിച്ചിട്ട് എന്റെ കൂടെ പഠിച്ചാൽ പിന്നെ തീരെ പഠിക്കൂല. നല്ല കൂടെ പഠിക്കുന്നതായിരിക്കും നല്ലത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കേരളം? മലയാളി കേരള അടിപൊളി. ഇവിടെയാ സുന്ദരി എന്ന് പറഞ്ഞില്ലേ? മലയാളികളാണ്. കേരള പെൺകുട്ടിയില്ലേ നല്ല ഗ്ലാമർ ഉണ്ട്. ഇവിടെ തന്നെ കജൽ ഇട്ടും എല്ലാ ആൾക്കാര് കജൽ. അപ്പൊ എവിടെയാ പണിയെന്നാ പറഞ്ഞ്? കോളേജിന് മുന്നിലേറ്റാണോ എല്ലാം? അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഈ ഗേൾസ് മെസ്സേജ് ഒക്കെ അയക്കും. എന്താ അയക്കുക? ഫസ്റ്റ് ഇങ്ങനെ വൈറലാവുന്നേ നാട്ടിലെ ഉള്ളപ്പം നമ്മളുടെ ഭാഷയിലെ വീഡിയോ എടുക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാം അറിയില്ല, ഇൻസ്റ്റാഗ്രാം എന്താ അറിയില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 3,35,000. കേരള സ്റ്റോറി 1 ഇറങ്ങിയ സമയത്തെ ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ പോകുമ്പോ ആരെങ്കിലും ചോദിച്ചോ കേരളത്തിൽ ഇങ്ങനെ ആണോ എന്ന് ചോദിച്ചിരുന്നോ? ആൾക്കാരെ അറിയില്ലല്ലോ. കേരളത്തെ ഒരു ദിവസം വന്നാലേ മനസ്സിലാവും കേരള എത്ര നല്ലതാ. അല്ല, നിങ്ങൾ അവിടെ ബീഫ് കഴിക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഓ, പ്രശ്നമുണ്ടോ? അപ്പൊ എന്താ ബീഫ് കഴിച്ചാൽ ചീത്ത പറയോ? ചീത്ത പറയൂല, കൊള്ളും. ഒരു ഹിന്ദുന്റെ ഏരിയ ഉണ്ട്, ആ ഏരിയയില് ബീഫ് കഴിച്ചാല് ഭയങ്കര പ്രോബ്ലം. പൈസ കൊടുക്കുമ്പോ എങ്ങനെ പൈസ കൊടുക്കുമ്പോ അറിയോ? കൈ ഇങ്ങനെ വെച്ചിട്ട് എറിഞ്ഞു കൊടുക്കും തൊടാതെ. ഹിന്ദു മുസ്ലിം ഈ കേരള നമ്മളുടെ ഇന്ത്യയിലല്ലേ കേരള ഏറ്റവും നല്ലതാ. കേരള ജാതി കച്ചട ഇല്ല. മൊത്തം ആൾക്കാർ ഹിന്ദു മുസ്ലിം ബന്ധു സൗഹൃദ് പോലെ. മലയാളം വായിക്കാൻ അറിയില്ല. ഞാൻ ഒരേ ബുക്ക് വാങ്ങി പക്ഷെ കഴിഞ്ഞില്ല പഠിക്കാൻ വേണ്ടിട്ട് വായിക്കാൻ വേണ്ടി. ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം കഴിയും. പുതിയതായിട്ട് എന്താ വരാൻ പോകുന്നത്? എന്താ? സിനിമ നടനാണ്. അക്ക നിങ്ങളുടെ സപ്പോർട്ടില്ലേ, നിങ്ങൾ ഈ കേരള ആൾക്കാരിന്റെ സപ്പോർട്ടില്ലേ. എന്റെ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ കോമന്റിൽ പറഞ്ഞ മുബറക് നിങ്ങൾക്ക് സിനിമയിലെ കാണാൻ ആഗ്രഹമുണ്ട്. ധൂമകേതുലെ അമ്പൻ സാന്റോൻ ചാക്കോ പുള്ളിക്കാരൻ എടുക്കുന്ന പണി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കൽപ്പണിയാണ് അല്ലെ? എല്ലാവർക്കും അറിയാം. ശരിക്കും ജാസ്തി വെയിൽ ജാസ്തി മഴ അല്ലേ? നമുക്കൊന്ന് വെയിൽ അതിലേ പോയാൽ മതി. കരിഞ്ഞ് സുന്ദര ജാസ്തി സുന്ദര. താങ്ക് യു, സന്തോഷം. ഭാര്യ ശരിക്കും എന്താ പറയാ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ? ഫസ്റ്റ് ഭാര്യ ഭയങ്കര സപ്പോർട്ടാണോ? ഭയങ്കര സപ്പോർട്ട്. അങ്ങനത്തെ പോലെ ഭാര്യക്ക് എന്താ പറയാ കിട്ടൂല. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെ ഒരു അടിപൊളി ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. മുബാറക് ജി. നമസ്തേ ജി. വെൽക്കം ജി. നമസ്തേ. പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ വെറുതെ ഹിന്ദി പറഞ്ഞു വെറുതെ ആക്കാം അല്ലേ? മലയാളം നന്നായിട്ട് അറിയാം അല്ലേ? അച്ഛാ മലയാളം എത്ര നല്ല അറിയില്ല, പഠിക്കണം. ഏകദേശം മലയാളം ഭാഷ അറിയും. അപ്പൊ നിങ്ങളുടെ കൂടെ മലയാളം സംസാരിച്ചിട്ട് എന്റെ കൂടെ പഠിച്ചാൽ പിന്നെ തീരെ പഠിക്കൂല. നല്ല കൂടെ പഠിക്കുന്നതായിരിക്കും നല്ലത്. പഠിക്കാൻ കഴിയും. ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം കഴിയും. അതെ, എനിക്ക് കുറച്ച് ഹിന്ദി പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഹിന്ദി പഠിക്കാം. ഹിന്ദി ആൾക്കാരുടെ കൂടെ സംസാരിക്കണം, ജാസ്തി സംസാരിക്കണം. പിന്നെ ഹിന്ദി ജാസ്തി വലിയ അല്ലേ? ഇതൊക്കെയാണ് മുബാറക് ജിന്റെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? ശരിക്കും ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ കേരളം? മലയാളി കേരള അടിപൊളി. എല്ലായിടത്തും പറഞ്ഞ കേരള അടിപൊളി അല്ലേ? അല്ല, സത്യം പറഞ്ഞ കാരണം ഞാൻ കുറെ സംസ്ഥാനങ്ങളിൽ പോയിനി. കേരളത്തെ ആൾക്കാർക്ക് ഞാൻ കണ്ടു. കേരള ആൾക്കാര് സൂപ്പർ. കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളിയുള്ള സ്ഥലം എവിടെയാ? ഏതാ? കേരളത്തെ വെസ്റ്റ് ബംഗാൾ ഓർ കേരളം? കേരള. നീ വെസ്റ്റ് ബംഗാൾ കേറ്റൂല കേട്ടോ അവര്. ശരിക്കും വെസ്റ്റ് ബംഗാളിൽ പോയിട്ട് മലയാളം സംസാരിക്കോ? തമാശ പോലെ സംസാരിക്കും. നമ്മളുടെ അവിടെ തന്നെ കുറെ ആൾക്കാരുണ്ട്. നമ്മളുടെ കേരളത്തെ കുറെ നമ്മളുടെ ഫോളോവേഴ്സ് ആൾക്കാരുണ്ട്. ആൾക്കാര് നമ്മളുടെ നാട്ടില് പോകുമ്പോ അവിടെ ഉണ്ട് സംസാരിക്കും ആൾക്കാരുടെ കൂടെ. ഇവിടെ നമുക്ക് പറയാത്തൊരു ഭാഷ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെ കുറ്റം പറയണമെങ്കിലൊക്കെ നമുക്ക് അറിയാത്ത ഭാഷയിൽ നമ്മൾ പറയും. അതേപോലെ വെസ്റ്റ് ബംഗാളിൽ പോയിട്ട് ആരെങ്കിലും കുറ്റം പറയണം തോന്നുന്നു മലയാളത്തിൽ പറയാറുണ്ടോ? എന്താ പറയാ, ഞാൻ പറയില്ല. പക്ഷേ അങ്ങനത്തെ പോലെ ഉണ്ട്. നമ്മൾ പറയില്ല അല്ലേ? നമ്മൾ അച്ചാഹേ. ഈ മലയാളം വായിക്കോ? വായിക്കാൻ അറിയില്ല. ഞാൻ ഒരേ ബുക്ക് വാങ്ങി പക്ഷെ കഴിഞ്ഞില്ല പഠിക്കാൻ വേണ്ടിട്ട് വായിക്കാൻ വേണ്ടി. അയച്ചോടാ, പഠിക്കാൻ വേണ്ടി തുടങ്ങാ അല്ലേ? ഓക്കെ. ഇപ്പൊ വേറെ വലിയൊരു വിശേഷം ഉണ്ട് ഇല്ലേ? ഒരു ന്യൂ വിശേഷം എന്താണോ അറിയില്ല? അറിയാം. എന്താ പുതിയതായിട്ട് എന്താ വരാൻ പോകുന്നത്? എന്താ? സിനിമ നടനാണ് അല്ലേ? ഇനി മുബാറക് ലെവലൊക്കെ മാറി വലിയ ലെവലേ. അക്ക നിങ്ങളുടെ സപ്പോർട്ടില്ലേ, നിങ്ങൾ ഈ കേരള ആൾക്കാരിന്റെ സപ്പോർട്ടില്ലേ മൊത്തം. അതെ. സിനിമയെ പറ്റി പറയൂ.
സിനിമ അടിപൊളി സിനിമ. സിനിമയുടെ പേര് സിനിമയുടെ പേര് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, ധൂമകേതു. ധൂമകേതു അല്ലേ? നമ്മൾ പറയുമ്പോ ധൂംകേതു എന്ന് പറയും, ശരിക്കും ധൂമകേതു. ധൂമകേതു മലയാളത്തിൽ ധൂമകേതു, ഹിന്ദിയിൽ ധൂംകേതു അല്ലേ? ധൂമകേതുവിൽ ആരൊക്കെയാ അഭിനയിക്കുന്നേ? ധൂമകേതുവില് അമ്പൻ, പിന്നെ സാന്റോൺ ചാക്കോ, പിന്നെ നിഖില വിമോൾ, പിന്നെ ഗണപതി. ടഫായിട്ടാ പറയാ അല്ലേ? ഷൈൻ ടോം ചാക്കോനെ കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല, പക്ഷെ ആ സിനിമയിലുണ്ട്, അറിയും. നിഖില വിമലിനെ കണ്ടോ? ഓ, നിഖില വിമലിന്റെ കൂടെ വീഡിയോ എടുത്ത്, റീൽസ് എടുത്ത്. നിഖില വിമലിന്റെ എന്ത് പറഞ്ഞു കണ്ടപ്പോ? നിങ്ങൾ ജാസ്തി സുന്ദരി അങ്ങനെ പറഞ്ഞത്. ജാസ്തി സുന്ദരി കറക്റ്റ് ആട്ടോ. ഞാനിപ്പോ പറയായിരുന്നു പുള്ളിന്റെ അടുത്ത്, ശരിക്കും പുള്ളി ചെയ്തോണ്ടിരുന്ന പണി ഇനി ചെയ്യോ? സിനിമാ നടനായിട്ടൊക്കെ നമ്മുടെ ഈ സാധാരണ പണിക്ക് പോവോ ഇനി? ഇടയ്ക്കിടയ്ക്ക് പോണം പണില്. നമുക്ക് സാധാ പണില് ഇടയ്ക്കിടയ്ക്ക് പണി പോണം, പൈസ ആവശ്യമുണ്ടല്ലോ നമുക്ക്. ആ ടൈമില് നമുക്ക് പണില് പോവാം, പണിക്ക് പോണം, പിന്നെ സിനിമയില് പോവാം, എല്ലാത്തിനും നമ്മള് പോകും. ഞാൻ പറഞ്ഞോണ്ട് വന്ന അതല്ല, പുള്ളിക്കാരൻ എടുക്കുന്ന പണി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കൽപ്പണിയാണ് അല്ലെ? എല്ലാവർക്കും അറിയാം. ശരിക്കും ജാസ്തി വെയിൽ, ജാസ്തി മഴ അല്ലേ? എന്നോട് എങ്ങനെ ഈ സൗന്ദര്യം നിലനിർത്തുന്നു? ചിരിക്കുന്നോ? സുന്ദരി ജാസ്തി ജാസ്തി സുന്ദരി. എന്താ സീക്രട്ട്? എന്താ? ഒന്നല്ലേ, നാച്ചുറൽ ആയിട്ട്, അങ്ങനെ നാച്ചുറൽ ബ്യൂട്ടിയാണ് അല്ലേ? പക്ഷെ ഈ വെയിലടിക്കുമ്പോഴേ സൺസ്ക്രീൻ യൂസ് ചെയ്യോ? അല്ല, ഒന്നും യൂസ് ചെയ്യില്ല. ഇല്ല. അപ്പൊ ടാനൊക്കെ അടിക്കൂലേ? ടാൻ ഒന്നുമില്ല ഇല്ലല്ലേ? നമുക്കൊന്ന് വെയിൽ അതിലേ പോയാൽ മതി, കരിഞ്ഞ് അല്ലേ? നിങ്ങള് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യോ? തൈര്? ഒന്നുമില്ല, ഒന്നും ചെയ്യൂല. ഒന്നും ചെയ്യില്ല. പിന്നെ ഇങ്ങനെ ഇത്ര ബ്യൂട്ടി എനിക്ക് മനസ്സിലാവാത്തത് ഈ പണി. മാനുഫാക്ചർ അല്ലേ? പ്രൊഡക്ഷനിലാ? അച്ഛൻ അമ്മ എല്ലാവരും സുന്ദർ? ജാസ്തി ഗ്ലാമർ. നിങ്ങൾ വെസ്റ്റ് ബംഗാളില് നല്ല സുന്ദരികളും സുന്ദരന്മാരൊക്കെ ഉണ്ടോ? ഓ, ഉണ്ടല്ലോ, ഒരുപാടുണ്ട് അല്ലേ? ഇവിടെയാ സുന്ദരി എന്ന് പറഞ്ഞില്ലേ? മലയാളികളാണ് ഇവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. പക്ഷെ കേരളത്തെ സുന്ദരി കൂടുതലാ. കേരളത്തിലെ കുട്ടികൾക്ക് എന്താ ഒരു പ്രത്യേകത കാണുന്നത്? മറ്റേ കേരള പെൺകുട്ടിയില്ലേ, എന്താ പറയാ, നല്ല ഗ്ലാമർ ഉണ്ട്. കേരള പെൺകുട്ടി മറ്റേ എന്താ പറയാ, കൺമഷി. നിങ്ങൾ അവിടുത്തെ കുട്ടികൾ കൺമഷി ചെയ്തില്ല? ഉണ്ടോ? കമ്മി. ഇവിടെ തന്നെ കജൽ ഇട്ടും എല്ലാ ആൾക്കാര് കജലൊക്കെ അങ്ങനത്തെ പോലെ കേരളത്തെ അത് നല്ല ഇഷ്ടം. പിന്നെ സാൾട്ട് ഇട്ടിട്ട് പാന്റ് ഇടും പെൺകുട്ടികൾ പാന്റും ടോപ്പൊക്കെ ഇടും. നല്ല ഇഷ്ടം, അതാ ഇഷ്ടം. അപ്പൊ എവിടെയാ പണിയെന്നാ പറഞ്ഞേ? കോളേജിന് മുന്നിലേറ്റാണോ എല്ലാം? ഞാൻ എന്റെ പണി ലോക്കൽ സ്ഥലത്ത്, ഒരു ലോക്കൽ വീട്ടില്, അങ്ങനത്തെ പോലെ സൈഡില് നമ്മളുടെ പണിയില്ല. ഇല്ല. ഈ പണിക്കൊക്കെ പോകുമ്പോഴേ ആരെങ്കിലും വരുവോ? അതായത് വീടിന്റെ പണിയൊക്കെ എടുക്കുമ്പോ പെട്ടെന്ന് വരുവോ അവരൊക്കെ? നിങ്ങൾ മറ്റേ അങ്ങനെ ഒരുപാടുണ്ട്. എങ്ങനെയാ ആള് ഫസ്റ്റ് കാണുമ്പോ എന്താ പറയാ? അങ്ങനെ പറഞ്ഞിട്ട് എക്സൈറ്റഡ് ആയിട്ട് സെൽഫി എടുക്കും. പിന്നെ നമുക്ക് ജസ്റ്റ് സന്തോഷം, ഞാൻ സെൽഫി കൊടുക്കും ആൾക്കാരുടെ കൂടെ. നല്ല നൈസ് ആയിരിക്കും അല്ലേ? നമ്മൾ പണി എടുത്തോണ്ടിരിക്കുമ്പോ ഒരാളൊരു സെൽഫി അല്ലേ? ഭയങ്കര സന്തോഷം. ഈ കോൺട്രാക്ടർ ഇല്ലേ, അന്ന് ഒരു വീഡിയോയിൽ കണ്ടു, ഇത് മുതലാളിയാ. കണ്ടോ? ഞാൻ കണ്ടു. നിങ്ങൾ എല്ലാരും വൈറലാക്കാണല്ലോ മുതലാളി. പിന്നെ വേറെ ആരൊക്കെയൊക്കെയോ കാണിച്ചു തരുന്നുണ്ടല്ലോ. ശരിക്കും ഈ മുതലാളിയൊക്കെ ശരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ നിങ്ങളൊരു മുതലാളി പോലെ ആവൂലേ? അങ്ങനെ ഇല്ലേ? കാരണം സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി അങ്ങനെ വേണ്ട. ഞാൻ എത്ര വലുതാവും, എന്റെ അഹങ്കാരം 0 ആയിട്ട് ആഗ്രഹം എത്ര വലുതായാലും അഹങ്കാരം 0 ആയിട്ട് നിൽക്കുന്നത് ആഗ്രഹമുണ്ട്. വലുത് ജാസ്തി, അഹങ്കാരം 0 ആയിട്ട് നിക്കണ ഒരു താല്പര്യമുണ്ട്. ഓക്കെ. ഈ ഫസ്റ്റ് ഇവിടേക്ക് വന്നിട്ട് 8 വർഷമായില്ലേ കേരളത്തിലേക്ക് വന്നിട്ട്? അപ്പൊ ആദ്യം തന്നെ റീൽ എടുക്കായിരുന്നു. എന്താ ചെയ്തത്? ഫസ്റ്റ് ഇങ്ങനെ വൈറലാവുന്നത്? ഫസ്റ്റ് ഞാൻ വിചാരിച്ചില്ല അത് വീഡിയോ എടുക്കും, അങ്ങനെ വിചാരിച്ചില്ല. ഇതിന്റെ മുമ്പ് ജാസ്തി ആഗ്രഹമുണ്ട്. നാട്ടിലെ ഉള്ളപ്പം നമ്മളുടെ ഭാഷയിലെ വീഡിയോ എടുക്കും, യൂട്യൂബില്. പിന്നെ ഇൻസ്റ്റാഗ്രാം അറിയില്ല, ഇൻസ്റ്റാഗ്രാം എന്താ അറിയില്ല, പേരറിയില്ല, ഇൻസ്റ്റാഗ്രാമിന്റെ പേരറിയില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഇപ്പോ 3,35,000.
മാസടാ അല്ലേ? ഇൻസ്റ്റഗ്രാം അറിയാത്ത ആൾക്കാണ് 3,05,000 സംതിങ് അല്ലെ? അത്ര പേരുണ്ട്. 3 ലക്ഷം ആളുകളൊക്കെ വിചാരിച്ചില്ല അല്ലേ? വിചാരിച്ചില്ല ഇൻസ്റ്റാഗ്രാമിലെ ഇങ്ങനെ വൈറലാവുന്ന സ്വപ്നത്തിന് വിചാരിച്ചില്ല. അതിനുശേഷം സിനിമ വരുന്നു. സിനിമയിലേക്ക് ഫസ്റ്റ് ആരാ വിളിച്ചേ? ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഹായ് പറ്റി. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ആൾക്കാർ കളിയാക്കിണ്ട് എന്റെ കൂടെ. കളിയാക്കാറൊക്കെ ഉണ്ടോ? കളിയാക്കി മെസ്സേജ് ഇല്ല, പക്ഷെ അങ്ങനെ ഞാൻ വിചാരിച്ചിന്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഞാൻ മറുപടി കൊടുത്തില്ല, അഭിപ്രായം ഞാൻ കൊടുത്തില്ല. പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കണ്ടേ. പിന്നെ എന്റെ ഭാര്യയൊക്കെ കൊടുത്തി, എന്റെ ഭാര്യ എന്റെ നോക്കിക്കോ. പിന്നെ ഇംഗ്ലീഷ് നമുക്ക് അത്ര നല്ലതായിട്ട് അറിയില്ല കേട്ടോ. ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിൽ വായിച്ചു. പിന്നെ അത്ര നമുക്ക് അറിയില്ല. പിന്നെ ഭാര്യയൊക്കെ കഞ്ചി കൊടുത്തു, ഇതാ എന്ത് നോക്കിക്കോ. പിന്നെ ആൾക്കാർ പറഞ്ഞ സിനിമയിലെ വിളിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി, ഭയങ്കര സന്തോഷമായി. കുറെ ദിവസം മുമ്പേ എന്റെ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ കോമന്റിൽ പറഞ്ഞ മുബറക് നിങ്ങൾക്ക് സിനിമയിലെ കാണാൻ ആഗ്രഹമുണ്ട് അങ്ങനെ പറഞ്ഞതാ. പിന്നെ ആ മെസ്സേജ് കണ്ടിട്ട് ആ വാർത്ത ഓർമ്മ വന്നു. പറഞ്ഞത് അത് സത്യമായല്ലോ അല്ലേ? നമുക്ക് അറിയില്ല നമ്മളുടെ എന്ത് ടാലന്റ്. കാരണം നമുക്ക് മനസ്സിലാവില്ല നമ്മളുടെ എന്ത് ടാലന്റ്, വേറെ ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ ആ ടൈമില് ഭയങ്കര സന്തോഷമായി. പിന്നെ ആരെ കൊമന്റ് ചെയ്തി നോക്കിന് അത് കിട്ടിയില്ല. ഞാൻ വിചാരിച്ച ആ കൊമന്റ് ഞാൻ അതായത് അന്ന് എഴുതിയ കമന്റ് കുറെ നോക്കി നിങ്ങൾ സിനിമയിൽ എത്തുമെന്ന് പറഞ്ഞു, അത് കിട്ടിയില്ല. കുഴപ്പമില്ല, ആള് ന്യൂട്ടോളും ഇത് കഴിഞ്ഞു വന്ന ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി. അപ്പൊ നമുക്ക് അപ്പൊ പിടിക്കാം, മനസ്സിലാവും. അതെ, ഈ മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. ഈ മലയാളം കമന്റ്സ് ഒക്കെ വന്നാൽ എങ്ങനെ എന്ത് ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. പിന്നെ ഞാൻ നോക്കും. ഞാൻ ഇംഗ്ലീഷ് അറിയില്ല പറഞ്ഞാല് കുറച്ച് അറിയും. കുറച്ച് അറിയും. ഈ കാണാൻ ഞാൻ പറഞ്ഞു ഭയങ്കര സുന്ദരനാണെന്നുള്ളത്. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഈ ഗേൾസ് മെസ്സേജ് ഒക്കെ അയക്കോ? ഗേൾസ് അയക്കും. എന്താ അയക്ക? ഹായ്, ഹലോ, വീഡിയോ നല്ല ഇഷ്ടം, ഫാൻസ് ആണെന്നൊക്കെ പറയോ? ബിഗ് ഫാൻ. അങ്ങനെ വൈഫിന് കാണിച്ചു കൊടുക്കാറുണ്ടോ? ഓ, എല്ലാ എന്റെ ഇൻസ്റ്റാഗ്രാമിലെ എല്ലാ കമന്റ് എന്റെ ഭാര്യ നോക്കും അല്ലേ? ഭാര്യ ശരിക്കും എന്താ പറയാ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ ഫസ്റ്റ് ഭാര്യ ഭയങ്കര സപ്പോർട്ടാണോ? ഭയങ്കര സപ്പോർട്ട്. അങ്ങനത്തെ പോലെ ഭാര്യക്ക് എന്താ പറയാ കിട്ടൂല. ഭഗവാൻ പോലെ, ദൈവഭാഗ്യം പോലെ വന്ന സഖിയാണ് ഭാര്യ. എല്ലാ സപ്പോർട്ടുണ്ട്, എല്ലാ സപ്പോർട്ട്. ഭാര്യന്റെ പേര് നജ്മ. ഓക്കെ, ഭാര്യനെ ഈ ഒരു അവസരത്തിൽ ഭാര്യനെ ആലോചിക്കുമ്പോ എന്താ മനസ്സിൽ വരുന്നത്? ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ ഭാര്യനെ പറ്റി? ഡെഡിക്കേറ്റ് ചെയ്ത് ഭാര്യയ്ക്ക് ഒരു പാട്ട് പാടുവോ? എന്ത് പാട്ട് പാടും? ഭാര്യ എന്ന് പറയുന്ന ഒരു പാട്ട് എന്താ മനസ്സിൽ വരുന്ന ഭാര്യനെ ആലോചിക്കുമ്പോ? പാട്ടറിയില്ല. ഇല്ല, ഭാര്യനോട് എന്താ പറയാനുള്ള? വളരെ സ്നേഹത്തോടു കൂടി ക്യാമറ നോക്കി പറയാൻ പറഞ്ഞ എന്ത് പറയും? 4 ആൾ കേക്കട്ടെ. ഭാര്യക്ക് എന്ത് പാട്ട് അറിയില്ല. പക്ഷെ നല്ലൊരു കോംപ്ലിമെന്റ് ആ പുള്ളി ഫസ്റ്റ് പറഞ്ഞ. ദൈവം തന്ന ഭാഗ്യമാണ് ഭാര്യ അല്ലെ? പാട്ടൊന്നും അത്ര അറിയില്ല. അതിനെ കൂടെ 2 കുട്ടികളെയും കൂടി തന്നു അല്ലേ? മോളൊക്കെ ഇവിടെയാണോ പഠിക്കുന്നത്? ഇവിടെ തന്നെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. മോക്ക് മലയാളം അപ്പൊ നന്നായിട്ട് അറിയാം? അടിപൊളി. ശരിക്കും അവര് ശരിക്കും മലയാളീസ് പറയുന്ന പോലെ തന്നെ പറയുന്നത്. കാരണം ഇവിടെയല്ലേ ഈ കുഞ്ഞുങ്ങൾ ഹിന്ദി പഠിക്കുവോ? ഹിന്ദി ഓട്ടോമാറ്റിക് പഠിക്കും. പഠിക്കാൻ ആവശ്യമില്ല. നമ്മളുടെ ഭാഷ ഹിന്ദി ഭാഷ ഹിന്ദി ഭാഷ ബാംഗ്ല ഭാഷ സെയിം പോലെ. ഒരു തമിഴ് ഭാഷ മലയാളം ഭാഷ ചെറിയ മാറ്റല്ലേ? അങ്ങനത്തെ പോലെ നമ്മളുടെ ബാംഗ്ല ഭാഷ ഹിന്ദി ഭാഷ ചെറിയ മാറ്റാണ്. നിങ്ങൾ ബംഗാൾ ഭാഷ എന്ന് പറഞ്ഞേ നോക്കട്ടെ. ബംഗാൾ ഭാഷ ഹിന്ദിന്നല്ലേ? അല്ല, അത് ബംഗാൾ ഭാഷയിൽ എന്തെങ്കിലും പറയൂ, എന്നെ പറ്റി 2 വാക്ക് പറയൂ. তুমি কেমন আছো? ভালো আছো তো? മനസ്സിലായോ? ഇല്ല. നിങ്ങൾ സുഖാണോ? അങ്ങനെ ചോദിച്ചു. അങ്ങനെ ഹിന്ദിയിൽ അങ്ങനെയല്ലേ? ആപ് കൈസാ ഹോ അങ്ങനെ പറയാ? അല്ല, ചെറിയ ഭാഗങ്ങൾ ഭയങ്കര മാറ്റമുണ്ട്. പക്ഷെ പനി വെള്ളം പനി പറയാ. നമ്മളുടെ ഭാഷയിലെ ബാംഗ്ല ഭാഷയിലെ പനി അങ്ങനെ പറയാ. പിന്നെ കുറെ ഭാഷകൾ നമ്മള് പാനി അതല്ലേ ഉദ്ദേശിച്ചേ? ഞാൻ വെച്ച് പനി പറഞ്ഞപ്പോ പനി. പിന്നെ വെള്ളം എന്ന് പറഞ്ഞപ്പോ കൺഫ്യൂഷൻ ആയി. പാനി നിങ്ങൾ അവിടെ പനി എന്നാണോ പറയാ? അല്ലല്ലേ, പനി.
മലയാളികൾ പറയുമ്പോ പാനി, ഇന്ത്യക്കാരെ പറയുമ്പോ പനി അല്ലേ? അതല്ല, കുടി വെള്ളം എന്താ പറയാ? വെള്ളം. ഹിന്ദിയിലെ പനി പറയാലേ? ആ പാനി. ആ, നമ്മളുടെ ഭാഷയിലെ പനി പറയാ. ആ, ഒന്നുകൂടി ബംഗാൾ ഭാഷ പറഞ്ഞേ. പനി. ആ, ഒരു സെന്റൻസ് പറഞ്ഞേ. പനി. ഒരു സെന്റൻസ് പറ. സെന്റൻസ് എന്താടാ ഹിന്ദി പറയാ? ഹിന്ദിയിലെ വാക്യം. ഹിന്ദിയിലെ പറയാ പാനി പിയേഗ. പാനി പിയേഗ, വെള്ളം കുടിക്ക. ബംഗ്ലാ ഭാഷയിലെ പനി ഖാബു. പനി ഖാബു. പിന്നെ എവിടെയാണ് ബ്രോ മലയാളമായിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞു? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എവിടെയാ? നിങ്ങൾക്ക് 2 ഭാഷ അറിയുന്നതുകൊണ്ടാ? അതല്ല, പറയൂ. വേറെ ഉണ്ട്. ഒരു മിനിറ്റ്. बैठो. बैठो हिंदी. बैठ जाओ. सेम बैठो हिंदी ले. बैठो. ഇപ്പൊ ബംഗ്ലാ ഭാഷയിലെ ബസോ. ബസോ बैठो. ചെറിയ മാറ്റല്ലേ? അങ്ങനത്തെ പോലെ കുറെ വാക്കുകളുണ്ട് നമ്മളുടെ ഭാഷ. ഇവരുടെ ഹിന്ദി നമ്മുടെ ഹിന്ദി എന്തൊരു വ്യത്യാസ. ഇവര് പറയുന്നത് ബേട്ടോ, നമ്മൾ ബൈട്ടോ അല്ലേ? ഇവര് പറയുന്നത് പനി, നമ്മൾ പാനി അല്ലേ? അങ്ങനെ എന്തെല്ലാം പറയുന്നുണ്ട്. ഞാനൊരു കട്ടി വാക്ക് മലയാളത്തിൽ പറഞ്ഞാൽ അത് പറയാൻ പറ്റുമോ? കേൾക്കാൻ നല്ല രസമല്ലേ? ഓക്കെ, അതെനിക്ക് പറയാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. എനിക്ക് തെറ്റിപ്പോവേ. ആന അലറലോട്. ആന അലറലോട് അലറൽ. അലറലോർ അലറാൻ. ആന അലറലോട് അലറലോട്. അടിക്ക് ഞാൻ. അലറലോട് പറ. അലറലോട്. അലറാഡോ. അലറലോട്. അലറലോർ അല്ലേ? ആന അലറലോട് അലറൽ. ആന അലറലോർ അല്ലേ? കിട്ടൂല. ടഫ് അല്ലേ? ഞാൻ സിമ്പിൾ തരാം. 10 തത്ത ചത്തു. ചത്ത തത്ത പച്ച. പകുതി പറഞ്ഞല്ലോ. 10 തത്ത ചത്തു. 10 ചത്തു. 10 തത്ത മർഗയ. 10 തത്ത അതാണ് അർത്ഥം. അതായത് മർഗ ചത്ത്. 10 തത്ത ചത്തു. 10 ചത്തു. 10 തത്ത. ചത്തു. യെസ് പറയൂ. 10 തത്ത ചത്തു. ചത്ത് തത്ത പച്ച. ചത്തു. ചത്ത തത്ത പച്ച യെസ് അല്ലേ? പറയൂ, സ്പീഡ് പറയൂ. 10 തത്ത ചത്തു. ചത്ത തത്ത പച്ച. സ്പീഡിൽ പറയാൻ കഴിയില്ലായിരിക്കും. മെല്ലെ പറഞ്ഞാൽ മതി. പിന്നെ മറന്നുപോയി. കുഴപ്പമില്ല. 10 തത്ത ചത്തു. 10 ചത്തു. ചത്ത തത്ത പച്ച. തത്ത പച്ച. തടി. പുള്ളി. പുളി അല്ലേ? പുളി. യെസ്. തടി. പുള്ളി. തടി. പുള്ളി. തടി പുള്ളി പുലി. അല്ല, തെറ്റി ബ്രോയ്ക്ക് തെറ്റി. തടി പുള്ളി പുളി. തടി പുള്ളി പുളി. പുള്ളി തടി പുളി അങ്ങനെ എന്തോ ആണ് സംഭവം. നമുക്ക് രണ്ടാം കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ആലില ലോലാ ലോല. ആലീല ലോല ലോല. നീലില ലോലാ ലോല. നീലില ലോല ലോല. രസമുണ്ടല്ലേ? ആലില ലോലാ ലോല. നീലില ലോലാ ലോല. പറയൂ. ആലില ലോലാ ലോല. നീലില ലോല ലോല. നൈസ്. ഇനി ടഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കുറച്ച് വേർഡ് പറയൂ. ഞാൻ പറഞ്ഞു നോക്കട്ടെ. നിങ്ങളുടെ ഹിന്ദിയിലുള്ള വേർഡ് പറയൂ. ഹിന്ദിയിൽ എന്താ പറയാ? അത് ഞാൻ പറഞ്ഞു തരണോ? നിങ്ങൾ പറ. ഹിന്ദി എനിക്ക്
അറിയില്ല അറിയില്ല നെയ് മാലു നിങ്ങൾ ഇത്ര വലിയ ആൾക്കാരില്ലേ ഞങ്ങള് വലിയ നിങ്ങൾക്ക് ആരും നിങ്ങള് വലിയ ആള് നിങ്ങള് ജാസ്തി ആള് വലിയ ആള് നമ്മൾ ചോട്ടാ ചോട്ടാ ചോട്ടായി പറയൂ ഹിന്ദിയില് എന്താ പറയാ ഹിന്ദിയില് കുറച്ച് ഇങ്ങനത്തെ വേർഡ് ഈ വേർഡിന് എന്താ പറയാ ടങ് ട്വിസ്റ്റർ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ട് നാവ് ഇങ്ങനെ ഉളുക്കും മലയാളത്തിൽ പറയുന്നത് ഉളുക്കും നിങ്ങള് നാവ് ഉളുക്കുന്ന നിങ്ങളുടെ ഹിന്ദിത്തെ കുറച്ച് കാര്യങ്ങൾ പറയൂ നോക്കട്ടെ സമയം കൊണ്ടത് പാടാൻ പറ്റില്ല കേട്ടോ പാടൂല തും പാസ് ആവ് ജന തും പാസ് ആയേ അതാണോ പറയൂ തൂ പറഞ്ഞാലേ നീ आप പറഞ്ഞാലേ अच्छा है നിങ്ങൾ ഓക്കേ तू പറഞ്ഞാലേ ബഹുമാനില്ല കൊറിയ മലയാളം ആൾക്കാർ പറയുന്നുണ്ട് തൂ നമ്മള് തെറ്റുകൊണ്ടല്ല അറിയും അതെ നീ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തൂ അത്രേ അറിയൂ തൂ പറഞ്ഞാല് ചെറിയ കുട്ടികൾക്ക് പറയാൻ കഴിയും പക്ഷെ നമ്മളുടെ ഏജ് ആൾക്കാർക്ക് പറഞ്ഞാല് സുഹൃത്ത് ആൾക്കാരുണ്ടെങ്കിൽ പ്രശ്നമില്ല അറിയില്ല ആൾക്കാർക്ക് പറഞ്ഞാല് ബഹുമാനില്ലാത്തോ പറഞ്ഞാല് ജാസ്തി അതെ ഈ മലയാളം അറിയുന്ന മലയാളികൾക്ക് കുറച്ച് എന്നെ പോലെ ഹിന്ദി കുറച്ച് അറിയുന്നവര് ശ്രദ്ധിക്കുക തൂ എന്ന് പറയുന്നതിന് പകരം ആപ്പ് എന്ന് ഉപയോഗിക്കുക അല്ലെ ആപ്പ് എന്ന് പറയുമ്പോ തൂ വരണം അല്ലല്ലേ തൂ വേണ്ട തൂ പറഞ്ഞാലേ എന്താ അറിയോ ബഹുമാനില്ലത്തോ ഓക്കെ കുട്ടികളെയൊക്കെ തൂ പറയാ അല്ലെ മെയിൻ കർത്താവായിരിക്കുമ്പോൾ നീ പറയില്ല നീ അവിടെ പോയിക്കോ നീ അങ്ങോട്ട് പോയിക്കോ നീ പറഞ്ഞാല് ബഹുമാനില്ല ഒരു ബസ്സല്ലേ അങ്ങനത്തെ പോലെ തൂ പറഞ്ഞാല് ബഹുമാനില്ലത്തോ ഞങ്ങൾ ഇവിടെ ഒരു ഫ്രീ ഹിന്ദി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 6 മാസം അല്ലെ എത്ര ഫീസ് പറയൂ ഫീസ് ഇല്ല ഫ്രീ കോഴ്സ് അല്ലേ ഞാൻ ഫീസ് വാങ്ങും ഞാൻ കുറച്ച് മലയാളം പഠിപ്പിക്കും ഞങ്ങൾ കുറച്ച് ഹിന്ദി പഠിപ്പിക്കും സെറ്റ് ഡീലാക്കാം റീൽസ് കാണാൻ മതി പിന്നെ പഠിക്കാൻ കഴിയും റീൽസ് അത് ശരിക്കും നല്ലൊരു സംഭവം കേട്ടോ റീൽസിൽ ഹിന്ദി പഠിപ്പിക്കുക ഓൺലൈൻ ക്ലാസ് ഡെയിലി ജോയിൻ ചെയ്യാ പഠിപ്പിക്കുന്നുണ്ടോ എന്റെ 2-3 അത് റീൽസ് ഉണ്ട് ഒരേ റീൽസ് 5 മില്യന്റെ മുകളിലായി ഹിന്ദി മലയാളം പഠിപ്പിക്കണം അല്ലേ എങ്ങനെ എനിക്കൊന്ന് പഠിപ്പിച്ചെന്നേ നോക്കട്ടെ സാറ് എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയാ പഠിപ്പിക്കുന്നത് ആ വീഡിയോയില് പറഞ്ഞു ഞാൻ പണി ചെയ്യുമ്പോ ചോറ് കഴിക്കുമ്പോ ഖാന ഖാ രഹാ ഹൂം അങ്ങനെ പറഞ്ഞാല് ഞാൻ ചോറ് കഴിക്കുന്നുണ്ട് ഓക്കെ ഖാന ഖാ രഹാ ഹൂം ഞാൻ ചോറ് കഴിക്കുന്നുണ്ട് അങ്ങനത്തെ പോലെ കൊറിയ പറഞ്ഞേ അതില് ഞാൻ അവിടെ പോകുന്നുണ്ട് അതെ ഇതാ പറഞ്ഞേ അതിനെന്താ പറയാ ഹിന്ദി മറന്നുപോയോ അതല്ലേ ഇത് അങ്ങനല്ല കുഞ്ചിപ്പ കാലിക്കോട്ട് പോകുന്നത് കുഞ്ചിപ്പ നമ്മളുടെ സുഹൃത്ത് എന്റെ ഒരു കുഞ്ഞിപ്പ അല്ലേ അതായിരിക്കും അല്ലേ മലയാളത്തിൽ ഞങ്ങൾ കുഞ്ഞിപ്പാന്നാ പറയാ കുഞ്ഞിപ്പ കാലിക്കോട്ട് പോകുന്നത് അങ്ങനെ പറഞ്ഞാലേ പോകുന്നു അങ്ങനെയാ പറയാ അങ്ങനെ പറഞ്ഞാലേ ഹിന്ദിയിലെ കുഞ്ചിപ്പ കാലിക്കോട്ട് ജാ രഹാ ഹെ അത് ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ കുഞ്ഞിപ്പ കാലിക്കറ്റ് പോകുന്നു ഓക്കെ നൈസ് വീഡിയോയിലുണ്ട് വേണമെങ്കിൽ വീഡിയോ കണ്ടോ അല്ലേ വൈഫിന് മലയാളം അറിയോ മലയാളം അറിയില്ല ഞാൻ എന്റെ വോയിസ് ഇപ്പോ കേട്ടിട്ട് ഇപ്പോ മനസ്സിലായിട്ട് ഇവിടെ വന്നിട്ട് ഏറ്റവും ഫസ്റ്റ് പഠിച്ച മലയാളം വേർഡ് ഏതാ ജാസ്തി ശരിക്കും ഹിന്ദി വേർഡാണോ നിങ്ങൾ ഹിന്ദിക്കാരാ പക്ഷെ അത് ജാസ്തി ഹിന്ദിയിലുണ്ട് ഹിന്ദി ഭാഷയില് എന്താ അറിയോ ഹിന്ദിയില് ഹിന്ദി ഭാഷ ഉണ്ട് പിന്നെ ഉറുദു ഉണ്ടോ ഹിന്ദി ഭാഷയില് 2-3 ഹിന്ദി ഉറുദു സെയിം പോലെ ചെറിയ മാറ്റം ഉണ്ട് ഉറുദു ഒന്ന് പറയോ ഉറുദു ഇതാ നമുക്ക് അത്ര നന്നായിട്ട് അറിയില്ല ഉറുദു ഹിന്ദി സെയിം പക്ഷെ ഉറുദു എനിക്ക് അറിയില്ല നമുക്ക് അറിയില്ല ഏത് ഭാഷ ഉറുദു ഏത് ഭാഷ ഹിന്ദി അതിൽ മിക്സ് ആയിട്ട് പോയില്ലേ നമുക്ക് അറിയില്ലേ ആ ടൈമില് നമുക്ക് അറിയില്ല പക്ഷെ നമ്മൾ പറയുന്നുണ്ട് ഹിന്ദി ഭാഷയിലെ എല്ലാ ഭാഷ ഹിന്ദിയില് ഉറുദു ഭാഗങ്ങളുണ്ട് പക്ഷെ നമുക്ക് അറിയില്ല ഏത് ഭാഷ ഉറുദു റെയിൽവേ ഇപ്പൊ ട്രെയിൻ കയറിയല്ലേ വന്നത് എറണാകുളത്തേക്ക് അപ്പൊ ഈ ട്രെയിനിനൊക്കെ ആളുകൾ കാണുമല്ലോ അപ്പൊ എന്താ പറയാ കൂടുതൽ ആൾക്കാര്
കൂടുതൽ ആൾക്കാര് ഹിന്ദിക്കാരില്ലേ, നിങ്ങളുടെ ഹിന്ദിക്കാര്, അവര് വന്നിട്ട് എന്താ പറയാ ഹിന്ദിയില്? ബഹുത് ആദ്മി. അവർക്ക് അറിയോ? മുബാറക്കിനെ അറിയോ? അവർക്ക് അറിയോ ഇങ്ങനെ മലയാളം ചെയ്യുന്നതാന്ന്? അവര് പറയാറുണ്ടോ മലയാളം പഠിപ്പിച്ചു തരാൻ? ആൾക്കാര് പറയാറില്ല. ഇല്ല അല്ലേ? ഈ അവിടെ പോയിട്ടേ ബംഗാളിൽ പോയിട്ട് മലയാളികളാണ്. വെസ്റ്റ് ബംഗാൾ പറഞ്ഞാല് ബംഗ്ലാദേശി വിചാരിക്കും. അതെ, വെസ്റ്റ് ബംഗാൾ അങ്ങനെ തന്നെ പറയണം. കാരണം കുറെ പേര് നമുക്ക് ചോദിക്കാറുണ്ട്, മുബാറക് നിങ്ങൾ ബംഗ്ലാദേശി ആണോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അല്ല, ഞാൻ വെസ്റ്റ് ബംഗാളാണ് അല്ലേ, ബംഗ്ലാദേശി ബംഗ്ലാദേശി ഇല്ല കേട്ടോ. കുറെ പേര് അങ്ങനെ ചോദിക്കാറുണ്ട് കോമെന്റില്. അതുകൊണ്ട് വെസ്റ്റ് ബംഗാളിലാണ് അല്ലേ? നിങ്ങൾ വെസ്റ്റ് ബംഗാളിലുള്ള എല്ലാവരും എന്താ പറയാ? മറ്റൊരു ബംഗാളി എന്ന് പറയും. നിങ്ങൾ എന്ത് പറയും? ബംഗാളി സെയിം ബംഗാളി അല്ലേ? ഓക്കെ. അത് ബംഗ്ലാദേശി പറഞ്ഞാല് വേറെ രാജ്യം. പിന്നെ വെസ്റ്റ് ബംഗാൾ ബംഗാളി നമ്മളുടെ ഭാഷ അല്ലേ, സെയിം ഭാഷ. അതുകൊണ്ടാണ് നമ്മളുടെ ഒരു കുറച്ച് പ്രോബ്ലം. ഓക്കെ. ഈ അടുത്ത് വലിയൊരു റീല് വൈറലായിരുന്നു. റീലല്ല, ഒരു പോസ്റ്റ് നമ്മുടെ റിപ്പോർട്ടർ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഇതാണത്. ഞാൻ വായിക്കാം. മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. എന്താ എഴുതിയെന്ന് അറിയോ? ആരെയും പറഞ്ഞു? എന്താ പറഞ്ഞ? ഞാൻ അവിടെ കേരളത്തിൽ വന്നിട്ട് ഇവിടെ മറ്റേ ഗവൺമെന്റ്, ഇവിടെ തന്നെ സർക്കാർ അടിപൊളി. നിങ്ങൾ ഒരു പ്രാവശ്യം കേരളത്തിൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്താ പറഞ്ഞെന്ന് പറഞ്ഞിട്ടേ, ഇവിടെ ഹിന്ദുവും മുസ്ലിമും സഹോദരങ്ങളെ പോലെയാണ് കഴിയുന്നത്. കേരള സ്റ്റോറി ഉണ്ടാക്കിയ കേരളത്തെ മോശമാക്കാൻ നോക്കണ്ട. വീഡിയോയുമായി ബ്ലോഗർ മുബാറക്. ഇതാണ് റീൽസ് ചെയ്തു അല്ലെ? കേരള സ്റ്റോറിക്കെതിരെ ചെയ്തു. ആൾക്കാര് കേരള സ്റ്റോറി പറഞ്ഞിട്ട് മോശം പറഞ്ഞില്ലേ കേരളക്കോ? അതുകൊണ്ട് തന്നെ ശരിയായോ? അങ്ങനെ ശരിയാണോ? അങ്ങനെ ശരിയില്ലല്ലോ. ആൾക്കാരെ അറിയില്ലല്ലോ. കേരളത്തെ ഒരു പ്രാവശ്യം വന്നാലേ മനസ്സിലാവും കേരള എത്ര നല്ലതാ. കേരള എല്ലാം നല്ലതാ. ആൾക്കാര് കൂടുതൽ അടിപൊളി. അതുകൊണ്ട് ആൾക്കാര് നല്ലതാ. അതുകൊണ്ട് ഗവൺമെന്റ് ഓട്ടോമാറ്റിക് നല്ലതായി. ഗവൺമെന്റ് അച്ഛാ ഹൈ. ഓ അച്ഛാ, ബഹുത് അച്ഛാ ഹൈ. ഓക്കേ. കേരള സ്റ്റോറി കണ്ടിരുന്നോ? കണ്ടിട്ടില്ല. ഇല്ല. പിന്നെ എങ്ങനെ ട്രെയിലർ കണ്ടോ? ട്രെയിലർ കണ്ടു. അപ്പൊ എന്ത് തോന്നി? പക്ഷെ ട്രെയിലർ ഇതിന്റെ മുമ്പേ ഒരു സ്റ്റോറി, കേരള സ്റ്റോറി ഫസ്റ്റ് സെക്കൻഡ് ആണല്ലോ. അത് ഞാൻ റീൽസ് ആയിട്ട് കണ്ടി. പക്ഷെ മൊത്തം സിനിമ ഹൗസിൽ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല. റീൽസ് പോലെ അങ്ങനത്തെ പോലെ കണ്ടി. പക്ഷെ ന്യൂസിൽ നോക്കി അങ്ങനെ പറഞ്ഞേ. ഈ കേരള സ്റ്റോറി 1 ഇറങ്ങിയ സമയത്തെ ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ പോകുമ്പോ ആരെങ്കിലും ചോദിച്ചോ കേരളത്തിൽ ഇങ്ങനെ ആണോ എന്ന് ചോദിച്ചിരുന്നോ? നമ്മളുടെ നാട്ടിന്റെ ആൾക്കാരില്ലേ അറിയാം കേരള ഇങ്ങനെ. അവർക്കറിയാം. എല്ലാ ആൾക്കാർക്കും അറിയാം. കേരള ആൾക്കാര് ഒരു പ്രാവശ്യം അവിടെ നമ്മളുടെ നാട്ടിൽ പോയില്ലേ മനസ്സിലാവും. കുറെ പേർ ഉണ്ട്, നിങ്ങളുടെ ബഹുമാനം കൊടുക്കും. ജാസ്തി ആൾക്കാര് മലയാളികൾക്ക് നല്ല ബഹുമാനം കൊടുക്കും. മലയാളി ആൾക്കാര് പേര് ഇതാ മലയാളി, കേരള ആൾക്കാര് പറഞ്ഞാലേ ബഹുമാനം കിട്ടും. അവിടെ തന്നെ ബഹുമാനം കിട്ടും. അത്ര മതി. നമ്മൾ കേരളക്കാരായ മാത്രം മതി അല്ലേ? ഈ അടുത്ത് അതേപോലെ തന്നെ പറഞ്ഞില്ലേ കുറെ മുമ്പ് ബീഫിന്റെ ഒരു വിഷയം. ഇവിടെ ബീഫ് കഴിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് നമുക്ക് ഭയങ്കര ഒരു ഫസ്റ്റ് ഭയങ്കര പേടിച്ചിന. നമ്മളുടെ കൂടെ ഹിന്ദു മുസ്ലിം ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അറിയില്ല ഇയാൾ നമ്മളുടെ കൂടെ ബീഫ് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതാ മുസ്ലിം അങ്ങനെ വിചാരിച്ചു. പിന്നെ വെള്ളിയാഴ്ച പള്ളി പോവാ ടൈമായി. ആ ടൈമിൽ തന്നെ ചോദിച്ചു പള്ളി പോവില്ല, നീ പോയിക്കോ. മറ്റാൾക്കാർ ഹിന്ദു ആൾക്കാർ. പക്ഷെ നമുക്ക് അറിയില്ല ബീഫ് കഴിച്ച്. അതുകൊണ്ട് തന്നെ വിചാരിച്ചു ഇതാ ഹിന്ദുസ് ബീഫ് കഴിക്കില്ല എന്നായിരുന്നോ വിചാരിച്ചത്? അതെ. നമ്മളുടെ നാട്ടിൽ അങ്ങനെ തൊടൂല. ഹിന്ദു മുസ്ലിം കായ് തൊട്ടൂല. അതായത് പരസ്പരം തൊടൂല എന്നാണോ? ചില ആൾക്കാർ, മൊത്തം ആൾക്കാരില്ല. പൈസ കൊടുക്കുമ്പോ എങ്ങനെ പൈസ കൊടുക്കുമ്പോ അറിയോ? കായ ഇങ്ങനെ വെച്ചിട്ട് എറിഞ്ഞു കൊടുക്കും, തൊടാതെ. ഓക്കെ. അതായത് ഹിന്ദുസ് മുസ്ലിമിനും തൊടൂല, മുസ്ലിംസ് ഹിന്ദുവിനും തൊടൂല. ചില പേര്, മൊത്തം ആളില്ല കേട്ടോ. ഇല്ല, മൊത്തം ആളില്ല. അവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലേ? അങ്ങനെ ഉണ്ട്. ഓക്കെ. നിങ്ങളുടെ വീട്ടിൽ അതായത് ഉള്ളിലേക്കാണോ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാമം പറഞ്ഞാല് നമ്മളുടെ വെസ്റ്റ് ബംഗാളിലെ ചില സ്ഥലത്തുണ്ട്. പക്ഷെ ഒഡീഷ ഞാൻ കുറെ സ്ഥലത്തിനെ കറങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഒഡീഷയിലെ കൂടുതലാ. ഒഡീഷ, ഈ കേരള നമ്മളുടെ ഇന്ത്യയിലല്ലേ കേരള ഏറ്റവും നല്ലതാ. കേരള ഇവിടെ ഓരോ ജാതി ഇല്ല, ജാതി കച്ചട ഇല്ല. മൊത്തം ആൾക്കാര് ഹിന്ദു മുസ്ലിം
ബന്ധു സൗഹൃദ് പോലെ അതെ അച്ഛ കേരള അച്ഛാ ഒരു പ്രശ്നമില്ല, അതെ. ഒരു പ്ലേറ്റിൽ നമുക്ക് കഴിക്കാം. അല്ല നിങ്ങൾ അവിടെ ബീഫ് കഴിക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഓ പ്രശ്നമുണ്ടോ? അപ്പൊ എന്താ ബീഫ് കഴിച്ചാൽ ചീത്ത പറയോ? ചീത്ത പറയൂല, കൊള്ളും. എന്നിട്ടല്ലേ അന്നൊരു വീഡിയോ ഇട്ടെ ബീഫ് ഇവിടുന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട്? ഇവിടുത്തെ കഴിക്കാം, ഇവിടെ ഒരു പ്രശ്നമില്ല. അവിടെ ഒരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞിട്ട്? അവിടെ പ്രശ്നമുണ്ട്. അവിടെ ഏരിയ ഉണ്ടോ, ഒരു ഹിന്ദുന്റെ ഏരിയ ഉണ്ട്, ആ ഏരിയയില് ബീഫ് കഴിച്ചാൽ ഭയങ്കര പ്രോബ്ലം. ഇപ്പൊ മുസ്ലിമിന്റെ ഏരിയ ഉണ്ട്, ആ ഏരിയയില് ബീഫ് കഴിച്ചാൽ ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ ഈ മുസ്ലിമിന്റെ ഏരിയ ഹിന്ദുവിന്റെ ഏരിയ എന്ന് പറയുമ്പോ അവിടെയൊക്കെ ബീഫിന്റെ കടയുണ്ടോ, ബീഫ് സ്റ്റാൾ ഉണ്ടോ? ആ ഉണ്ട്. ഇവിടുന്ന് ബീഫ് കഴിക്കോ? ഇഷ്ടാണോ? ബീഫ് ഡെയിലി കഴിക്കും അല്ലേ? ഡെയിലി കഴിക്കും.